വിദ്യാഭ്യാസ മേഖലയിൽ നിർണായകമായ ഒരു മാറ്റത്തിനൊരുങ്ങുകയാണ് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ അഥവാ CBSE. രാജ്യത്ത് CBSE സ്കൂളുകളുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യകത മുന്നിൽ കണ്ട് അഫിലിയേഷൻ മാനദണ്ഡങ്ങളിൽ വൻ ഇളവുകൾ വരുത്താനാണ് ബോർഡിന്റെ തീരുമാനം. വിദേശ കമ്പനികൾ ഉൾപ്പെടെയുള്ള വൻകിട കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് നേരിട്ട് സ്കൂളുകൾ ആരംഭിക്കാനുള്ള അനുമതി നൽകുന്നതിനായുള്ള കരട് രേഖകൾ CBSE ഇതിനകം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ വിപുലീകരിക്കാനും അഫിലിയേഷൻ നടപടികൾ ലളിതമാക്കാനും ലക്ഷ്യമിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ നയപരമായ തീരുമാനങ്ങളുടെ ഭാഗമാണിത്. ഏറ്റവും ശ്രദ്ധേയമായ മാറ്റം സംസ്ഥാന സർക്കാരിന്റെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ഇനി നിർബന്ധമല്ല എന്നതാണ്. ആർക്കാണ് ഈ നടപടിയുടെ പ്രയോജനം ലഭിക്കുക എന്ന ചോദ്യം ഉയർന്നു കഴിഞ്ഞു. ഈ വിഷയമാണ് ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പരിശോധിക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയെ കോർപ്പറേറ്റുകൾക്ക് തുറന്നുവെച്ച് CBSE. ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഭാഗമായി വിദേശ സർവകലാശാലകൾക്കും കോർപ്പറേറ്റ് കമ്പനികൾക്കും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവേശനം അനുവദിച്ചത് വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ട്. ലോകോത്തര നിലവാരവും നിക്ഷേപവും ഇന്ത്യയിൽ എത്തിക്കാനും വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെയും പണത്തിന്റെയും ഒഴുക്ക് തടയാനും ഈ പരിഷ്കാരം സഹായിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. ഈ പശ്ചാത്തലത്തിലാണ് വിദേശ കമ്പനികൾ ഉൾപ്പെടെ രാജ്യത്തെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് നേരിട്ട് സ്കൂളുകൾ തുടങ്ങാൻ അനുമതി നൽകാനുള്ള മാനദണ്ഡങ്ങളിൽ വലിയ ഇളവ് വരുത്താൻ CBSE ഒരുങ്ങുന്നത്. ഇതിന്റെ ഭാഗമായി സ്കൂളിനുള്ള അനുമതിക്കായി സംസ്ഥാന സർക്കാർ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കണമെന്ന വ്യവസ്ഥ ഈ വർഷം മുതൽ പിൻവലിച്ചിട്ടുണ്ട്. ഇതുപ്രകാരം CBSE അംഗീകാരത്തിനായി സരസ് പോർട്ടലിൽ അപേക്ഷിച്ചാൽ ബോർഡ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെടും. 30 ദിവസത്തിനുള്ളിൽ എതിർപ്പ് ലഭിക്കാത്ത പക്ഷം NOC ലഭിച്ചതായി കണക്കാക്കും. സ്കൂളുകൾ തുടങ്ങാനുള്ള ഭൂമി മാനദണ്ഡങ്ങളിലും NOC നിയമങ്ങളിലും വലിയ ഇളവുകൾ ഇതിനകം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് സ്കൂളുകൾ തുടങ്ങാൻ അനുമതി നൽകുന്നതിനായുള്ള അന്തിമ നടപടികളിലേക്കാണ് ബോർഡ് ഇപ്പോൾ കടക്കുന്നത്. നിലവിലെ ചട്ടപ്രകാരം സ്വകാര്യ സ്കൂളുകൾ തുടങ്ങാൻ 3 വഴികളാണ് നിലവിൽ CBSEയുടെ അഫിലിയേഷൻ ബൈലോയിൽ നിർദ്ദേശിക്കുന്നത്. അവ ഇവയാണ്: 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു സൊസൈറ്റി ആയിരിക്കണം. സംസ്ഥാന നിയമങ്ങൾ പ്രകാരം ഒരു വിദ്യാഭ്യാസ ചാരിറ്റബിൾ അല്ലെങ്കിൽ നോൺ പ്രൊപ്പറേറ്ററി സ്വഭാവമുള്ള മതപരമായ സൊസൈറ്റിയോ ആയിരിക്കണം. 2013 കമ്പനി നിയമത്തിലെ സെക്ഷൻ 8 പ്രകാരം വിദ്യാഭ്യാസം അതിന്റെ ലക്ഷ്യങ്ങളിലൊന്നായി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രത്യേക സ്ഥാപനമായിരിക്കണം. ഈ 3 നിബന്ധനകളിൽ സ്വകാര്യ കമ്പനികൾ പെടാത്തതിനാൽ നിലവിൽ അവർക്ക് CBSE സ്കൂൾ സ്വന്തമാക്കാനോ നടത്താനോ കഴിയുമായിരുന്നില്ല. ഈ ചട്ടങ്ങളാണ് ഇപ്പോൾ കോർപ്പറേറ്റ് അനുകൂലമായി മാറുന്നത്. 2013 കമ്പനി നിയമം സെക്ഷൻ 2(11) ഉപവകുപ്പ് പ്രകാരം നിർവചിച്ചിരിക്കുന്ന കോർപ്പറേറ്റ് ബോഡികൾ, സ്വകാര്യ കമ്പനികൾ, പൊതു കമ്പനികൾ, 1 പേഴ്സൺ കമ്പനികൾ, ചെറുകിട കമ്പനികൾ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പുകൾ, വിദേശ കമ്പനികൾ എന്നിവയ്ക്കെല്ലാം സർക്കാർ അനുമതിയോടെ സ്കൂളുകൾ തുടങ്ങാൻ അനുമതി നൽകും വിധമാണ് പുതിയ ഭേദഗതി എത്തുന്നത്. രാജ്യത്ത് കൂടുതൽ CBSE സ്കൂളുകളുടെ ആവശ്യം നിലനിൽക്കുന്നതിനാൽ അഫിലിയേഷൻ മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തുന്നതാണ് ഉചിതമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. ഇക്കാര്യം കേന്ദ്രം CBSEയെ അറിയിച്ചിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിലെ ഭൂമി പരിമിതികളും വർദ്ധിച്ച വിലയും കണക്കിലെടുത്ത് ഭൂമി മാനദണ്ഡങ്ങളും CBSE കഴിഞ്ഞ ജനുവരിയിൽ പരിഷ്കരിച്ചിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിലും മലയോര പ്രദേശങ്ങളിലും സെക്കൻഡറി സ്കൂളുകൾക്ക് 1600 ചതുരശ്ര മീറ്ററായും സീനിയർ സെക്കൻഡറി സ്കൂളുകൾക്ക് 2400 ചതുരശ്ര മീറ്ററായും പരിധി കുറച്ചിട്ടുണ്ട്. നേരത്തെ യഥാക്രമം ഇത് 3200, 4000 ചതുരശ്ര മീറ്ററുകളായിരുന്നു. നഗരമല്ലാത്ത പ്രദേശങ്ങളിൽ ഒരു സീനിയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങാൻ കുറഞ്ഞത് 6000 ചതുരശ്ര മീറ്റർ ഭൂമി വേണം. സ്കൂൾ ക്യാമ്പസിനുള്ളിൽ കുറഞ്ഞത് 2000 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള കളിസ്ഥലം വേണമെന്നുള്ളത് ക്യാമ്പസിന് പുറത്തും കളിസ്ഥലമാക്കാമെന്നാക്കി മാനദണ്ഡം പരിഷ്കരിച്ചു. ക്യാമ്പസിന്റെ 200 മീറ്ററിനുള്ളിൽ പൊതു പാർക്കോ സ്റ്റേഡിയമോ കോളേജ് സ്പോർട്സ് അരീനയോ 15 വർഷത്തേക്കോ അതിൽ കൂടുതലോ പാട്ടത്തിനും എടുക്കാമെന്ന വ്യവസ്ഥയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. NEP 2020 സ്കൂൾ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഫിലാന്ത്രോപിക് കോർപ്പറേറ്റ് ആൻഡ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് പ്രോത്സാഹിപ്പിക്കണമെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ കോർപ്പറേറ്റുകൾക്ക് നേരിട്ട് സ്കൂൾ നടത്താൻ അനുമതി നൽകുന്ന നീക്കം. വകുപ്പ് 20 2 ഉപവകുപ്പ് പ്രകാരം ലോകത്തിലെ ആദ്യ 100 റാങ്കുള്ള വിദേശ സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങാൻ അനുമതി നൽകും എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി 2023 നവംബറിൽ UGC സെറ്റിംഗ് അപ്പ് ആൻഡ് ഓപ്പറേഷൻ ഓഫ് ക്യാമ്പസ് ഓഫ് ഫോറിൻ ഹയർ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ റെഗുലേഷൻസ് എന്ന ചട്ടം കൊണ്ടുവന്നിരുന്നു. ഇതനുസരിച്ച് ഇപ്പോൾ ഡീക്കിൻ, വൂളോങ്കോങ്, സൗത്ത് ഓസ്ട്രേലിയ തുടങ്ങിയ യൂണിവേഴ്സിറ്റികൾ ഗുജറാത്ത് ഗിഫ്റ്റ് സിറ്റിയിൽ ക്യാമ്പസ് തുടങ്ങിയിട്ടുണ്ട്.
ദേശീയ വിദ്യാഭ്യാസ നയം 2020 ഭാഗമായി നിർദ്ദേശങ്ങൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഇത് വിദ്യാഭ്യാസത്തെ ലാഭകരമായ ഒരു വ്യവസായമായി മാറ്റുമെന്നും സാധാരണക്കാർക്ക് പഠനാവസരങ്ങൾ കുറയുമെന്നുമായിരുന്നു ഉയർന്ന പ്രധാന വിമർശനം. ഗുജറാത്ത് ഗിഫ്റ്റ് സിറ്റിയിലെ വിദേശ സർവകലാശാലകളുടെ ഉയർന്ന ഫീസും കർണാടകയിലെ കോർപ്പറേറ്റ് സ്കൂളുകളിൽ കണ്ടുവരുന്ന അമിത ഫീസ് വർധനയും ഈ ആശങ്കകളെ സാധൂകരിക്കുന്നവയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ ഹബ് ആൻഡ് സ്പോക്ക് മോഡൽ പോലുള്ള പരിഷ്കാരങ്ങൾ തൊഴിലധിഷ്ഠിത പരിശീലനത്തിന് വിഭവങ്ങൾ പങ്കുവയ്ക്കാനുള്ള സംവിധാനമാണെന്ന് സർക്കാർ വിശദീകരിക്കുമ്പോഴും ഇത് അഫിലിയേഷൻ സംവിധാനം മാറ്റി കോളേജുകൾക്ക് സ്വയംഭരണാധികാരം നൽകുന്നതിലൂടെ സ്വകാര്യവൽക്കരണത്തിന് വഴിയൊരുക്കുമെന്ന് അധ്യാപക സംഘടനകൾ ആരോപിച്ചിരുന്നു. കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ വിദ്യാഭ്യാസ അവകാശങ്ങളിലെ കേന്ദ്ര കടന്നുകയറ്റത്തെ ശക്തമായി എതിർക്കുകയും ചെയ്തു. വിദ്യാഭ്യാസത്തിൽ നവീകരണവും നിക്ഷേപവും അനിവാര്യമാണെങ്കിലും അത് നിയന്ത്രണമില്ലാത്ത സ്വകാര്യവൽക്കരണത്തിലേക്ക് നയിക്കരുത്. വിദേശ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് കർശനമായ ഫീസ് നിയന്ത്രണം ഏർപ്പെടുത്തുക, സംവരണ തത്വങ്ങൾ നിർബന്ധമാക്കുക, സംസ്ഥാന സർക്കാരുകളുടെ അനുമതി ഉറപ്പാക്കുക എന്നീ 3 വ്യവസ്ഥകൾ അനിവാര്യമാണ്. ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യത്തിൽ കോർപ്പറേറ്റുകളെ പങ്കാളികളാക്കാം, പക്ഷേ ഉടമകളാക്കിയാൽ അത് വിദ്യാഭ്യാസ മേഖലയിൽ സൃഷ്ടിച്ചേക്കാവുന്ന ആഘാതം ചെറുതല്ല. ഇതോടുകൂടി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.